ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു ലേൺ വിത്ത് SRG. അപ്പോൾ നമ്മളിന്ന് നോക്കാൻ പോകുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ്. നമ്മുടെ SSC എക്സാമിന് ഏതൊരു എക്സാം നമ്മൾ എടുത്താലും, അല്ലെങ്കിൽ നമ്മുടെ SSCയോ റെയിൽവേയോ ഏതൊരു എക്സാം എടുത്താലും പ്രധാനമായും ചോദിക്കുന്ന ഒരു ടോപ്പിക്കാണ് നമ്മുടെ സെൻസസ് എന്ന് പറയുന്ന ടോപ്പിക്ക്, അല്ലേ? കഴിഞ്ഞ വർഷങ്ങളിലെ ഏതൊരു ചോദ്യപേപ്പർ എടുത്താലും നിങ്ങൾക്കത് കാണാൻ പറ്റുന്ന ഒരു മേഖലയാണ് ഏത്? സെൻസസ് എന്ന് പറയുന്നത്. അപ്പം നമുക്കറിയാം, 10 വർഷങ്ങൾ കൂടുമ്പോഴാണ് എന്തെടുക്കുന്നത്? സെൻസസ് എടുക്കുന്നത്. ഏറ്റവും അവസാനമായി ഇന്ത്യയിൽ സെൻസസ് എടുത്ത ഏത് വർഷമാണ്? 2011 ഏറ്റവും അവസാനമായി. അപ്പം നമുക്ക് ഇപ്പോഴും എക്സാമിന് ചോദിക്കുന്നത് 2011 സെൻസസ് ബേസ് ചെയ്തുള്ള കാര്യങ്ങളും ക്വസ്റ്റ്യൻസുമാണ് നമുക്ക് ചോദിക്കാറുള്ളത്. സോ നമ്മൾ ഈ ഒരു സെഷനിലും നോക്കാൻ പോകുന്നത് നമ്മുടെ 2011 സെൻസസുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളും അതുമായി ബന്ധപ്പെട്ട് ഈ വർഷം ചോദിച്ച കുറച്ച് ക്വസ്റ്റ്യൻസുമാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നോക്കിയാലോ? ഓക്കെ, സോ നമ്മൾ ആദ്യം തന്നെ ഒരു ചോദ്യത്തിലേക്കാണ് പോകുന്നത്. നമ്മുടെ ഫസ്റ്റ് ചോദ്യം, സെൻസസ് ഇൻ ഇന്ത്യ വാസ് ഫസ്റ്റ് സ്റ്റാർട്ടഡ് അണ്ടർ ഡാഷ് ഇൻ ദ ഇയർ 1872. നമ്മുടെ ഇന്ത്യയിൽ 1872 സെൻസസ് ആരംഭിച്ചത്. അതാരാണ് ആരംഭിച്ചത്? ആരുടെ കീഴിലാണ് അത് ആരംഭിച്ചതെന്നാണ് നമ്മുടെ ചോദ്യം. ഈ വർഷം തന്നെ എക്സാമിന് ചോദിച്ചൊരു ചോദ്യമാണ്. ആരുടെ കീഴിലാണ് 1872 സെൻസസ് ആരംഭിച്ചത്? അത് അന്നത്തെ ബ്രിട്ടീഷ് വൈസ്രോയി ആയ ലോർഡ് മായോ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, കൃത്യമായി നോട്ട് ചെയ്യുക. എസ്പെഷ്യലി വർഷം നോട്ട് ചെയ്യുക. വർഷം 1872, 1872 ഇന്ത്യയിൽ ആദ്യമായി സെൻസസ് എടുത്തത്. അത് എടുത്തത് അന്നത്തെ ബ്രിട്ടീഷ് വൈസ്രോയി ആയ ലോർഡ് മായോ ആണ്. അയാളാണ് മേയോ. ഇനി ഇതേ ക്വസ്റ്റ്യൻ വേറൊരു രീതി ചോദിക്കും. അതായത് ഇന്ത്യയിൽ ആദ്യമായി സെൻസസ് എടുത്ത വർഷം 1872 ആണെങ്കിലും ഇന്ത്യയിൽ ആദ്യത്തെ കംപ്ലീറ്റ് സെൻസസ് എടുത്ത വർഷം ചോദിക്കും. ഏത് വർഷമാണ് ഇന്ത്യയിൽ ആദ്യത്തെ കംപ്ലീറ്റ് സെൻസസ് എടുത്തതെന്ന് ചോദിച്ചാൽ അത് 1881 കേട്ടോ. ഏത് വർഷമാണ്? 1881 ഇന്ത്യയിൽ ആദ്യത്തെ എന്തെടുക്കുന്നത്? കംപ്ലീറ്റ് സെൻസസ് എന്ന് പറയുന്നത് കേട്ടോ. സോ ഫസ്റ്റ് സെൻസസ് എടുത്ത വർഷം ചോദിച്ചാൽ ഏതാണ്? 1872. പക്ഷെ അതെന്തല്ല, അതൊരു കംപ്ലീറ്റ് സെൻസസ് അല്ല. സോ ഫസ്റ്റ് കംപ്ലീറ്റ് സെൻസസ് എടുത്ത വർഷം ചോദിച്ചാൽ 1881. അതെടുത്തത് അന്നത്തെ നമ്മുടെ ഇന്ത്യയുടെ വൈസ്രോയി ആയ ലോർഡ് റിപ്പൺ പ്രഭു ആണ്. റിപ്പൺ കേട്ടാ. മായോ റിപ്പൺ കേട്ടാ. മേയോ ഏതാ? മേയോ എന്ന് പറഞ്ഞാൽ ആദ്യത്തെ സെൻസസ് എടുത്ത വൈസ്രോയി 72 ആദ്യത്തെ കംപ്ലീറ്റ് സെൻസസ് എടുത്ത വർഷം ചോദിച്ചാൽ 1881. അണ്ടർ ആരാ? അണ്ടർ വൈസ്രോയി റിപ്പൺ പ്രഭു. റിപ്പൺ പ്രഭുവിൻ്റെ അണ്ടറിലാണ് 1881 സെൻസസ് എടുത്തത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഇത് നമ്മുടെ സെൻസസ് ഹിസ്റ്ററി ചോദിക്കുന്ന 2 പാറ്റേൺ ക്വസ്റ്റ്യൻ ആണ്. ഈ 72 81 മേയോയും റിപ്പണും. വ്യത്യാസം ചോദിച്ചാൽ ഫസ്റ്റ് സെൻസസ് 72 ഫസ്റ്റ് കംപ്ലീറ്റ് സെൻസസ് ചോദിച്ചാൽ 1881. ഓക്കെ, ഇനി നമ്മൾ നേരെ പോകുകയാണ് നമ്മുടെ 2011 സെൻസസിലോട്ട്. സോ ഇവിടെ നിന്നാണ് നമുക്ക് മെയിനായിട്ടും നമുക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. സോ നമ്മുടെ 2011 സെൻസസ് എന്ന് പറയുന്നത് ഇന്ത്യയുടെ 15ാമത്തെ സെൻസസ് ആണ്. എത്രാമത്തെ സെൻസസ് ആണ്? അതൊരു ക്വസ്റ്റ്യൻ ആണ്, ചോദിക്കും. 2011 സെൻസസ് എത്രാമത്തെ സെൻസസ് ആണ്? 15ാമത്തെ സെൻസസും ആഫ്റ്റർ ഇൻഡിപെൻഡൻസ്, സ്വതന്ത്ര ഇന്ത്യയുടെ 7ാമത്തെ സെൻസസും. സോ 2 രീതിയിലെ ക്വസ്റ്റ്യൻ ചോദിക്കാം. ഇന്ത്യയുടെ എത്രാമത്തെ സെൻസസ് ആണ് 2011 സെൻസസ് എന്ന് ചോദിച്ചാൽ അത് 15ാമത്തെ സെൻസസും. എന്നാൽ സ്വാതന്ത്ര്യത്തിന് ശേഷം എത്രാമത്തെ സെൻസസ് എന്ന് ചോദിച്ചാൽ സ്വതന്ത്ര ഇന്ത്യക്ക് ശേഷം 7ാമത്തെ സെൻസസും. എത്രാമത്തെയാണ്? 7ാമത്തെ സെൻസസ് ആണ്. നമ്മുടെ 2011 സെൻസസിന്റെ ആപ്തവാക്യം എന്ന് പറയുന്നത് സ്ലോഗൻ അവർ സെൻസസ് അവർ ഫ്യൂച്ചർ. ഇത് ഈ വർഷം തന്നെ ലാസ്റ്റ് ഇയർ തന്നെ ചോദിച്ചൊരു ചോദ്യമാണ്. 2011 സെൻസസ് സ്ലോഗൻ ആപ്തവാക്യം എന്താണ്? അവർ സെൻസസ് അവർ ഫ്യൂച്ചർ. അതാണ് സ്ലോഗൻ. അതുപോലെ 2011 സെൻസസിന്റെ സെൻസസ് കമ്മീഷണർ ആരെന്ന് ചോദിക്കും. അത് സി ചന്ദ്രമൗലിയാണ് 2011 സെൻസസ് കമ്മീഷണർ എന്ന് പറയുന്നത്. സി ചന്ദ്രമൗലി.
കേട്ടാ. അപ്പോൾ 2015 സെൻസസ് എത്രാമത്തെ സെൻസസാ? 15ാമത്തെ സെൻസസും സ്വതന്ത്ര ഇന്ത്യയുടെ എത്രാമത്തെ? 7ാമത്തെ സെൻസസും അല്ലേ? എന്താ സ്ലോഗൻ? അവർ സെൻസസ് അവർ ഫ്യൂച്ചർ. അതുപോലെ ആ സെൻസസ് കമ്മീഷണർ ആരാണ്? സി ചന്ദ്രമൗലിയാണ് 2011 സെൻസസ് കമ്മീഷണർ എന്ന് പറയുന്നത്. ഇനി നമ്മൾ നേരെ പോകുന്നത് ആ സെൻസസുമായി ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കേണ്ട കുറച്ച് പ്രധാനപ്പെട്ട പോയിന്റ്സിലേക്കാണ്. നമ്മുടെ 2011 സെൻസസ് പ്രകാരം ഇന്ത്യയുടെ പോപ്പുലേഷൻ എന്ന് പറയുന്നത് 121 കോടിയാണ് കേട്ടോ. ഇന്ത്യയുടെ പോപ്പുലേഷൻ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 121 കോടിയാണ്. അന്ന് പറയുന്നത് ലോക ജനസംഖ്യയുടെ 17.5%. ഇത് ഇടയ്ക്ക് ഒരു എക്സാമിന് ചോദിച്ചു കേട്ടോ. അക്കോർഡിംഗ് ടു 2011 സെൻസസ് ലോക ജനസംഖ്യയുടെ എത്ര ശതമാനമാണ് ഇന്ത്യയുടെ ജനസംഖ്യ എന്ന് ചോദിച്ചാൽ 17.5%. 17.5% ആണ് ലോക ജനസംഖ്യയുടെ ഇന്ത്യയുടെ ജനസംഖ്യ എന്ന് പറയുന്നത്. എത്ര എമൗണ്ടാ? 121 കോടി ജനങ്ങളാണ് 2011 സെൻസസിൽ നമ്മൾ കണക്കെടുത്തത്. ഇനി ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പോപ്പുലേഷൻ കൂടിയ സ്റ്റേറ്റ്, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പോപ്പുലേഷൻ കൂടിയ സ്റ്റേറ്റ് ആരെന്നറിയോ? അത് ഫസ്റ്റ് വൺ ഉത്തർപ്രദേശ് ആണ്, UP. ഇവിടെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പോപ്പുലേഷൻ കൂടിയ സ്റ്റേറ്റ്, ഹയസ്റ്റ് അല്ലെ മോസ്റ്റ് പോപ്പുലേറ്റഡ് സ്റ്റേറ്റ്, ഫസ്റ്റ് വൺ ഉത്തർപ്രദേശ്. സെക്കൻഡ് വൺ, രണ്ടാമത്തെയും പഠിച്ചിരിക്കുക ആര്? മഹാരാഷ്ട്ര. UP കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള ഇന്ത്യയിലെ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ ആരാ? മഹാരാഷ്ട്ര. തേർഡ് വൺ ബീഹാർ കേട്ടോ. UP, MH, മഹാരാഷ്ട്ര, ബീഹാർ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള സംസ്ഥാനങ്ങളാണ്. ഫസ്റ്റ് ഉത്തർപ്രദേശ്, സെക്കൻഡ് മഹാരാഷ്ട്ര, തേർഡ് വൺ ബീഹാർ. ആരാണ്? ബീഹാറാണ്. അതുപോലെ ഏറ്റവും കൂടുതൽ പോപ്പുലേഷൻ കൂടിയ യൂണിയൻ ടെറിട്ടറി, അത് സിമ്പിളാണ്, നമുക്കറിയാം. നമ്മുടെ യൂണിയൻ ടെറിട്ടറീസിൽ ഏറ്റവും കൂടുതൽ ആൾക്കാരുള്ള യൂണിയൻ ടെറിട്ടറി ആരാ? അത് ഡൽഹിയാണ്. അതിൽ നമുക്കൊരു സംശയവുമില്ല. കാരണം നമുക്കറിയാം നമ്മുടെ ക്യാപിറ്റലാണ് ഡൽഹി. സോ അവിടെ തന്നെയാണ് ഏറ്റവും കൂടുതൽ എന്ത് വരുന്നത്? ജനസംഖ്യ വരുന്നത്. സോ യൂണിയൻ ടെറിട്ടറി ചോദിച്ചാൽ ഏറ്റവും പോപ്പുലേറ്റഡ് ഏതാണ്? ഡൽഹി. ഇനി ഏറ്റവും ജനസംഖ്യ കുറഞ്ഞ, ലീസ്റ്റ് പോപ്പുലേറ്റഡ് സ്റ്റേറ്റ് ആരെന്ന് നോക്കാം. ഏറ്റവും ജനസംഖ്യ കുറഞ്ഞ അത് നമ്മുടെ സിക്കിമാണ്. 10 ലക്ഷത്തിൽ പരം താഴെയാണ് സിക്കിമിലെ ജനസംഖ്യ എന്ന് പറയുന്നത് കേട്ടോ. 10 ലക്ഷത്തിൽ പരം താഴെയാണ് സിക്കിമിലെ ജനസംഖ്യ. സിക്കിമിലാണ് ഇന്ത്യയിലെ ഏറ്റവും കുറവ് എന്തുള്ളത്? ജനസംഖ്യയുള്ള ജില്ല എന്ന് പറയുന്നത്. ആരാണ്? സിക്കിം. രണ്ടാമത് മിസോറാം കേട്ടോ. ഫസ്റ്റ് സിക്കിമും രണ്ടാമത് ആരാണ്? രണ്ടാമത് മിസോറാമാണ് കേട്ടോ. സ്റ്റേറ്റ് യൂണിയൻ ടെറിട്ടറി വന്നാലോ ഏറ്റവും കുറവ് പോപ്പുലേഷൻ കേട്ടോ, പോപ്പുലേഷൻ കുറഞ്ഞ യൂണിയൻ ടെറിട്ടറി എന്ന് പറയുന്നത് ലക്ഷദ്വീപാണ്. ഇതാണ് ലക്ഷദ്വീപ് കേട്ടോ. അപ്പൊ സ്റ്റേറ്റ് എടുത്താൽ ഏറ്റവും കുറവ് എന്താണ്? സിക്കിം. രണ്ടാമത് ആരാ? മിസോറാം. യൂണിയൻ ടെറിട്ടറി എടുത്താൽ ഏറ്റവും ജനസംഖ്യ കുറഞ്ഞ യൂണിയൻ ടെറിട്ടറി എന്ന് പറയുന്നത് ലക്ഷദ്വീപാണ്. ലക്ഷദ്വീപാണ് ഏറ്റവും കുറവ് എന്ത് വന്നത്? ജനസംഖ്യ വരുന്നത്. ഓക്കെ. അപ്പൊ ഏറ്റവും കൂടുതൽ ആര്? ഉത്തർപ്രദേശ്. ഏറ്റവും കുറവ് സിക്കിം. യൂണിയൻ ടെറിട്ടറി ഏറ്റവും കൂടുതൽ ഡൽഹി, ഏറ്റവും കുറവ് ലക്ഷദ്വീപ്. ഓക്കെ. ഇതിനടുത്ത് നമ്മൾ അടുത്ത് പോകുന്നു. നമ്മുടെ കഴിഞ്ഞ, അതായത് 2001 മുതൽ 2011 10 വർഷത്തിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പോപ്പുലേഷൻ ഗ്രോത്ത് കൂടിയ സ്റ്റേറ്റ് ആരെന്ന് നോക്കാം. നമ്മൾ നേരത്തെ കണ്ടത് ജനസംഖ്യയാണ്. ഇതിപ്പോൾ നോക്കാൻ പോകുന്നത് ഗ്രോത്ത് റേറ്റാ. എന്താണ്? വളർച്ചാ നിരക്കാണ് കേട്ടോ. ഗ്രോത്ത് റേറ്റ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കേട്ടോ പോപ്പുലേഷൻ ഹയസ്റ്റ് ഗ്രോത്ത് റേറ്റ് ഏത് സ്റ്റേറ്റ് എന്ന് ചോദിച്ചാൽ അത് മേഘാലയയാണ് കേട്ടോ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പോപ്പുലേഷൻ ഗ്രോത്ത് റേറ്റ് കൂടിയ സ്റ്റേറ്റ് എന്ന് പറയുന്നത് മേഘാലയയാണ്. മേഘാലയ പ്ലസ് 27.9% വർദ്ധിച്ചത് കേട്ടോ. 27.9% ഗ്രോത്ത് റേറ്റ് എവിടെ വർദ്ധിച്ചു? മേഘാലയയിൽ. മേഘാലയ ഏറ്റവും കൂടുതൽ എന്താണ് ഗ്രോത്ത് റേറ്റ് ഉള്ളത്. രണ്ടാമത് നോക്കിയാൽ അരുണാചൽ പ്രദേശാണ്. 26% അരുണാചൽ പ്രദേശിന്റെ ഗ്രോത്ത് റേറ്റ് എന്ന് പറയുന്നത് കേട്ടോ. 26 കേട്ടോ. അപ്പൊ ഏറ്റവും കൂടുതൽ എവിടെയാണ്? മേഘാലയയിലും. രണ്ടാമത് അരുണാചൽ പ്രദേശിലുമാണ്. ഇനി യൂണിയൻ ടെറിട്ടറി എടുത്താൽ ഹയസ്റ്റ് ഗ്രോത്ത് റേറ്റ് ഉള്ളത് ദാദർ ആൻഡ് നാഗർ ഹവേലി. ദാദർ ആൻഡ് നാഗർ ഹവേലിയിലാണ്. 55.9% ആണ് നമ്മുടെ ദാദർ ആൻഡ് നാഗർ ഹവേലിയുടെ എന്താണ് ഗ്രോത്ത് റേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ. അപ്പൊ ഏറ്റവും കൂടുതൽ സ്റ്റേറ്റ് ചോദിച്ചാൽ മേഘാലയ, യൂണിയൻ ടെറിട്ടറി ചോദിച്ചാൽ ആരാ? ദാദർ ആൻഡ് ഹവേലി. ഇനി കുറവെടുത്താൽ ഏറ്റവും പ്രധാനമാണ് നാഗാലാൻഡ് എന്ന് പറയുന്നത്.
നാഗാലാൻഡിൻ്റെ ഗ്രോത്ത് റേറ്റ് മൈനസിലോട്ടാണ് പോയത്. അതെടുത്ത് ചോദിച്ചോട്ടെ, ഇടയ്ക്ക് ഒരു എക്സാമിന് ചോദിച്ചു ഇന്ത്യയിലെ ഏത് സ്റ്റേറ്റിൻ്റെ എന്താണ് പോപ്പുലേഷൻ ഗ്രോത്ത് റേറ്റ് ആണ് നെഗറ്റീവിലേക്ക് പോയത്. നെഗറ്റീവ് 0.58. ഇതൊക്കെ പറയുമ്പോൾ ഇതൊക്കെ ചിലപ്പോൾ എക്സാമിനൊക്കെ അപ്രോക്സിമേറ്റ്ലി 0.6 എന്നൊക്കെ വരും കേട്ടോ. കാരണം 5-8 ഇല്ലേ. സോ എക്സാം പോയിന്റ് ഓഫ് വ്യൂ ചിലപ്പോൾ 0.6 എന്നൊക്കെ തരും. സോ അത് ബേസിക് ഓപ്ഷൻ ആൻസർ എടുത്താൽ മതി. സോ 0.58% നെഗറ്റീവ്, അതും ശ്രദ്ധിക്കണം നെഗറ്റീവാണ് എവിടത്തെ നാഗാലാൻഡ് എന്ന് പറഞ്ഞത്. സോ നാഗാലാൻഡ് ആണ് ലോവസ്റ്റ് ഗ്രോത്ത് റേറ്റ് വരുന്നത് കേട്ടോ. വളർച്ചാ നിരക്ക് ഏറ്റവും കുറഞ്ഞ, അതും നെഗറ്റീവിലേക്ക് പോയ സ്റ്റേറ്റ് ആണ് നാഗാലാൻഡ്. സെക്കൻഡ് നമ്മുടെ കേരളമാണ് കേട്ടോ. ഇന്ത്യയിൽ ഏറ്റവും ഗ്രോത്ത് റേറ്റ്, വളർച്ചാ നിരക്ക് കുറഞ്ഞ, പോപ്പുലേഷൻ ഗ്രോത്ത് റേറ്റ് കുറഞ്ഞ രണ്ടാമത്തെ സ്റ്റേറ്റ് കേരളമാണ്. കേരളത്തിൻ്റെ പ്ലസ് ആണ്, പ്ലസ് 4.9% ആണ് കേരളത്തിന് കേട്ടോ. പക്ഷേ നെഗറ്റീവിലോട്ട് കേരളം പോയിട്ടില്ല. നെഗറ്റീവിലോട്ട് പോയത് നമ്മുടെ നാഗാലാൻഡ് ആണ്. സോ അത് നോട്ട് ചെയ്യുക, എക്സാം പോയിന്റ് ഓഫ് വ്യൂ ചോദിക്കും കേട്ടോ. ഗ്രോത്ത് റേറ്റ് നെഗറ്റീവിലേക്ക് പോയത് ആരാണ്? നാഗാലാൻഡ് ആണ്. ഓക്കെ, ദെൻ നമ്മുടെ യൂണിയൻ ടെറിട്ടറിയിലേക്ക് വരുമ്പോൾ ഏറ്റവും വളർച്ചാ നിരക്ക് കുറഞ്ഞത് എവിടെയാണ്? ലക്ഷദ്വീപ്. സോ നമ്മൾ നേരത്തെ കണ്ടതാണ് ഏറ്റവും പോപ്പുലേഷൻ കുറഞ്ഞ സ്റ്റേറ്റും കുറഞ്ഞ യൂണിയൻ ടെറിട്ടറിയും ആര്? ലക്ഷദ്വീപാണ് അല്ലേ. പോപ്പുലേഷൻ ഏറ്റവും കുറഞ്ഞത് അല്ലെ, കുറച്ച് മുമ്പ് കണ്ടതാണ്. പോപ്പുലേഷൻ ഏറ്റവും കുറഞ്ഞ യൂണിയൻ ടെറിട്ടറിയും ലക്ഷദ്വീപാണ്. ഗ്രോത്ത് റേറ്റ് നോക്കിയാലും ഏറ്റവും കുറവും ലക്ഷദ്വീപാണ്. ലക്ഷദ്വീപിലും നെഗറ്റീവാണ്, -6.3% ആണ് കേട്ടോ. അത് മൈനസാണ്, -6.3% ആണ് ലക്ഷദ്വീപിൻ്റെ എന്താണ് പോപ്പുലേഷൻ ഗ്രോത്ത് റേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഏറ്റവും കൂടുതൽ ഗ്രോത്ത് റേറ്റ് ഉള്ളത് ആർക്കാ? മേഘാലയ. ഏറ്റവും കുറവാര? നെഗറ്റീവ് ആര്? നാഗാലാൻഡ്. ഇനി ഏറ്റവും ഹയസ്റ്റ് ഗ്രോത്ത് ഉള്ള യൂണിയൻ ടെറിട്ടറി ചോദിച്ചാൽ യൂണിയൻ ടെറിട്ടറി ആരാ? ദാദർ ആൻഡ് നാഗർ ഹവേലി. ലീസ്റ്റ് ലോവസ്റ്റ് ഗ്രോത്ത് റേറ്റ് ചോദിച്ചാൽ ഏറ്റവും കുറവുള്ള യൂണിയൻ ടെറിട്ടറി ആരാടാ? ലക്ഷദ്വീപാണ്. ആരാണ്? ലക്ഷദ്വീപ് കേട്ടോ. അതുപോലെ പെർസെൻറ്റേജും പഠിക്കുക കേട്ടോ, പെർസെൻറ്റേജും പഠിക്കുക. നാഗാലാൻഡൊക്കെ ചോദിക്കും കേട്ടോ. നാഗാലാൻഡ് പെർസെൻറ്റേജ് എത്രയാണ്? 0.58 അല്ലെങ്കിൽ 0.6 അടുപ്പിച്ച് കേട്ടോ. അതും മൈനസ് 0.6 അല്ലെങ്കിൽ 0.58% ആണ് നാഗാലാൻഡ്. ഓക്കെ, ഇനി നമ്മൾ നേരെ പോണത് നമ്മളെ പോപ്പുലേഷൻ ഡെൻസിറ്റിയിലേക്കാണ്. നമ്മുടെ സാന്ദ്രത, ഡെൻസിറ്റി, പോപ്പുലേഷൻ ഡെൻസിറ്റി, ജനസാന്ദ്രത. ഇന്ത്യയുടെ ജനസാന്ദ്രത എത്തിയെന്നറിയോ? ഇന്ത്യയുടെ ജനസാന്ദ്രത എന്ന് പറയുന്നത് 382 പേഴ്സൺസ് പെർ സ്ക്വയർ കിലോമീറ്റർ ആണ് കേട്ടോ. ചിലപ്പോൾ ഇന്ത്യ ചോദിക്കാം ഇന്ത്യയുടെ പോപ്പുലേഷൻ ഡെൻസിറ്റി എങ്ങനെയാണ്? ഇന്ത്യയുടെ പോപ്പുലേഷൻ ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ 382 പേഴ്സൺ പെർ സ്ക്വയർ കിലോമീറ്റർ കേട്ടോ. അതായത് സ്ക്വയർ കിലോമീറ്ററിനുള്ളിൽ എത്ര പേഴ്സൺസ് വരുന്നു? 382 പേഴ്സൺസ് വരുന്നു. അതാണ് ഇന്ത്യയുടെ എന്താണ് പോപ്പുലേഷൻ ഡെൻസിറ്റി എന്ന് പറയുന്നത്. സോ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പോപ്പുലേഷൻ ഡെൻസിറ്റി കൂടിയ സ്റ്റേറ്റ് ആരെന്നറിയോ? ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പോപ്പുലേഷൻ ഡെൻസിറ്റി കൂടിയ സ്റ്റേറ്റ് ബീഹാർ ആണ്. ബീഹാറിന്റെ പോപ്പുലേഷൻ ഡെൻസിറ്റി എന്ന് പറയുന്നത് 1106 പേഴ്സൺസ് പെർ സ്ക്വയർ കിലോമീറ്റർ ആണ്. 1106 1106 പേഴ്സൺസ് പെർ സ്ക്വയർ കിലോമീറ്റർ ആണ് ബീഹാറിന്റെ. രണ്ടാമത് വെസ്റ്റ് ബംഗാൾ ആണ്, 1028 പേഴ്സൺസ് പെർ സ്ക്വയർ കിലോമീറ്റർ ആണ് വെസ്റ്റ് ബംഗാൾ കേട്ടോ. അപ്പോൾ പോപ്പുലേഷൻ ഡെൻസിറ്റി ഏറ്റവും കൂടിയ സ്റ്റേറ്റ് ആരും ചോദിച്ചാൽ ബീഹാർ. എത്രയാണ് ബീഹാറിന്റെ? 1106 കേട്ടോ. 111 1106 1106. അതുപോലെ ഏറ്റവും പോപ്പുലേഷൻ ഡെൻസിറ്റി കൂടിയ യൂണിയൻ ടെറിട്ടറി ആരും ചോദിച്ചാൽ അത് ഡൽഹിയാണ്. ആരാണ്? ഡൽഹി കേട്ടോ. ഏറ്റവും പോപ്പുലേഷൻ ഡെൻസിറ്റി കൂടിയ കേട്ടോ യൂണിയൻ ടെറിട്ടറി ആരും ചോദിച്ചാൽ ആരാണ്? ഡൽഹി. അതിപ്പോൾ നമുക്ക് എന്തായാലും കിട്ടും, കാരണം നമ്മുടെ യൂണിയൻ ടെറിട്ടറീസ് നോക്കിയാൽ ജനസാന്ദ്രത ഏറ്റവും കൂടിയത് എവിടെ വരും? ഡൽഹിയിലാണ്. കാരണം ബാക്കിയുള്ള യൂണിയൻ ടെറിട്ടറി വെച്ച് നോക്കുമ്പോൾ, കാരണം ഡൽഹി എന്താണ് നമ്മുടെ ക്യാപിറ്റലായി കിടക്കുന്ന പ്രദേശമാണ്. സോ അവിടെ തന്നെയാണ് ഹയസ്റ്റ് പോപ്പുലേഷൻ ഡെൻസിറ്റി. അത് എത്രയും നോക്കണം, 11,320. വലിയൊരു സംഖ്യയാണ് അല്ലേ. 11,320 പേഴ്സൺസ് പെർ സ്ക്വയർ കിലോമീറ്റർ. അതാണ് ഡൽഹിയുടെ എന്താണ് പോപ്പുലേഷൻ ഡെൻസിറ്റി എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ പോപ്പുലേഷൻ ഡെൻസിറ്റി ഏറ്റവും കൂടിയ സ്റ്റേറ്റ് ആരാണ്? ബീഹാറും. യൂണിയൻ ടെറിട്ടറി ചോദിച്ചാൽ ആരാണ്? അത് ഡൽഹിയാണ്. ആരാണ്? ഡൽഹി. എത്രയാണ് ഡൽഹിയുടെ പോപ്പുലേഷൻ ഡെൻസിറ്റി എന്ന് പറയുന്നത്? 11,320 11,320. ഇനി നമ്മുടെ പോപ്പുലേഷൻ ഡെൻസിറ്റി ഏറ്റവും കുറഞ്ഞ സ്റ്റേറ്റ് ആരും നോക്കാം. പോപ്പുലേഷൻ ഡെൻസിറ്റി ഏറ്റവും കുറഞ്ഞ സ്റ്റേറ്റ് എന്തായാലും നോർത്ത് ഈസ്റ്റിൽ തന്നെയാണ്. ആര്? അരുണാചൽ പ്രദേശ് ആണ്. ഇന്ത്യയിൽ ഏറ്റവും കുറവ്
പോപ്പുലേഷൻ ഡെൻസിറ്റി കേട്ടോ, പോപ്പുലേഷൻ ഡെൻസിറ്റി കുറഞ്ഞ സ്റ്റേറ്റ് അരുണാചലാണ്. എത്ര സ്ക്വയർ കിലോമീറ്റർ? സ്ക്വയർ കിലോമീറ്ററിൽ 17% വരുന്നുള്ളൂ കേട്ടോ. 17% പെർ എന്താണ് സ്ക്വയർ കിലോമീറ്റർ, 17 പേരെ വരുന്നുള്ളൂ. രണ്ടാമതാണെങ്കിലോ മിസോറാം എത്രേ വരുന്നുള്ളൂ? 52 പേര് കേട്ടോ. 52% ആണ് ഒരു സ്ക്വയർ കിലോമീറ്ററിൽ വരുന്നത് കേട്ടോ. അപ്പോൾ ഏറ്റവും കുറവ് ഉള്ളത് അരുണാചൽ. ഏറ്റവും കൂടുതൽ ആരാ? ഏറ്റവും കൂടുതൽ ചോദിച്ചാൽ പോപ്പുലേഷൻ ഡെൻസിറ്റി ഏറ്റവും കൂടിയത് ബീഹാറും, ഏറ്റവും കുറവ് ചോദിച്ചാൽ ആരാണ്? അത് അരുണാചൽ പ്രദേശാണ്. ഇനി നമ്മൾ യൂണിയൻ ടെറിട്ടറി എടുത്താൽ ഏറ്റവും കുറവ് പോപ്പുലേഷൻ ഡെൻസിറ്റി വരുന്ന യൂണിയൻ ടെറിട്ടറി നമ്മുടെ ആൻഡമാൻ നിക്കോബാർ ആണ് കേട്ടോ. നമ്മുടെ ആൻഡമാൻ നിക്കോബാർ ആണ്. 46% കേട്ടോ സ്ക്വയർ കിലോമീറ്ററിൽ എത്രയാണ് പറഞ്ഞ? 46% ആണ് കേട്ടോ. 46% പെർ സ്ക്വയർ കിലോമീറ്റർ ആണ് ആൻഡമാൻ നിക്കോബാറിന്റെ എന്താണ് പോപ്പുലേഷൻ ഡെൻസിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, സോ അതൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഇത് കൃത്യമായി നിങ്ങൾ അതിൻ്റെ നമ്പേഴ്സ് പഠിച്ചിരിക്കുക കേട്ടോ. അപ്പോൾ ഏറ്റവും ഹയസ്റ്റ് പോപ്പുലേഷൻ ഡെൻസിറ്റി പറഞ്ഞത് ആർക്കാ? ബീഹാറിന് 1106 കേട്ടോ. യൂണിയൻ ടെറിട്ടറി ചോദിച്ചാൽ ആരാ? ഡൽഹി. അത് വലിയൊരു സംഖ്യയാണ്, 11,320. ഇനി ലോവസ്റ്റ് ഡെൻസിറ്റി അല്ലേ പോപ്പുലേഷൻ എടുത്താൽ, സ്റ്റേറ്റ് എടുത്താൽ അരുണാചലാണ്, വെറും 17 പേര് വരുന്നു. യൂണിയൻ ടെറിട്ടറി എടുത്താൽ ആൻഡമാൻ നിക്കോബാർ എത്രയാ? 46 പേരാണ് വരുന്നത്. ഓക്കെ, സോ ഒരു ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ ഇവിടെ നമ്മൾ പോപ്പുലേഷൻ വെച്ച് തന്നെ 3 കാര്യങ്ങളാണ് എന്തല്ലേ പഠിച്ചത്. ഏതൊക്കെയാണ് 3 കാര്യങ്ങൾ നമ്മൾ പഠിച്ചത്? ഒന്ന് നമ്മുടെ പോപ്പുലേഷൻ അല്ലേ, ഏറ്റവും കൂടുതൽ ജനസംഖ്യ കൂടിയത്, ജനസംഖ്യ കുറഞ്ഞത് അല്ലേ. then അതിന് നമ്മൾ നോക്കിയത് ഗ്രോത്ത് റേറ്റ് ആണ് അല്ലേ, നമ്മുടെ ജനവളർച്ച അല്ലേ, നമ്മുടെ വളർച്ചാ നിരക്ക് നോക്കി. സോ അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് പോപ്പുലേഷൻ ഡെൻസിറ്റി ആണ്, ജനസാന്ദ്രത നോക്കി അല്ലേ. സോ ഇതെങ്ങനെ പഠിക്കുമ്പം കമ്പാരിസൺ ചെയ്തതിനെ പഠിക്കണം, അല്ലെങ്കിൽ ഇതെല്ലാം കൂടെ അവ്യലായി പോകും കേട്ടോ. സോ ജസ്റ്റ് കമ്പാരിസൺ ചെയ്ത് വേണം എന്ത് ചെയ്യാൻ, ഇത് പഠിക്കാനായിട്ട്. ഓക്കെ, ഇനി നമ്മൾ നേരെ പോകുന്നു നമ്മുടെ സെക്സ് റേഷ്യോയിലേക്ക്. ഓക്കെ, നമ്മുടെ സ്ത്രീ പുരുഷ അനുപാതം. ഇന്ത്യയുടെ സെക്സ് റേഷ്യോ എന്ന് പറയുന്നത് 1000 പുരുഷന്മാർക്ക് 943 ഫീമെയിൽസ് ആണ്, സ്ത്രീകൾ കേട്ടോ. ഇന്ത്യയുടെ സെക്സ് റേഷ്യോ എന്ന് പറയുന്നത് 1000 പുരുഷന്മാർക്ക് 943 സ്ത്രീകളെന്ന നിലയിലാണ് ഇന്ത്യയുടെ എന്തെന്ന് പറയുന്നത് സെക്സ് റേഷ്യോ എന്ന് പറയുന്നത്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സെക്സ് റേഷ്യോ കൂടിയ സ്റ്റേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ സ്വന്തം കേരളമാണ്. കേരളത്തിന് സെക്സ് റേഷ്യോ എന്ന് പറയുന്നത് 1084 ആണ് കേട്ടോ. 1084 എന്ന് പറഞ്ഞാൽ 1000 പുരുഷന്മാർക്ക് 1084 സ്ത്രീകളുടെ കണക്കാണ് ഇവിടെ വരുന്നത്, കേരളത്തിൽ വരുന്നത്. ഇന്ത്യയിൽ ഏറ്റവും ഹയസ്റ്റ് സെക്സ് റേഷ്യോ കൂടിയ സ്റ്റേറ്റ് എന്ന് പറയുന്നത് കേരളമാണ് കേട്ടോ. അത് പഠിച്ചു വെച്ചോ, നമ്പർ പഠിച്ചു വെച്ചോ. 1084 ചോദിക്കും കേരളത്തിൻ്റെ സെക്സ് റേഷ്യോ എത്രയാണ്? 1084. രണ്ടാമത് നമ്മുടെ തമിഴ്നാട് കേട്ടോ, 996 1000 കേട്ടോ. 1000 പുരുഷന്മാർക്ക് 996 സ്ത്രീകളെന്ന കണക്കിലാണ് തമിഴ്നാട്. സോ നമ്മുടെ സൗത്ത് ഇന്ത്യയിലെ 2 സ്റ്റേറ്റ് തന്നെയാണ് സെക്സ് റേഷ്യോയിൽ ഫസ്റ്റും സെക്കൻഡും, കേരളവും തമിഴ്നാടും. കേരളത്തിന് 1084, തമിഴ്നാടിന് എത്രയാണ്? 996. ഓക്കെ, ഇനി നമ്മൾ യൂണിയൻ ടെറിട്ടറിയിലോട്ട് പോയാൽ ഏറ്റവും കൂടുതൽ ഹയസ്റ്റ് സെക്സ് റേഷ്യോ ഉള്ള യൂണിയൻ ടെറിട്ടറി എന്ന് പറയുന്നത് നമ്മുടെ പുതുച്ചേരി, നമ്മുടെ പോണ്ടിച്ചേരിയാണ്. 1000 പുരുഷന്മാർക്ക് 1037 സ്ത്രീകളെന്ന കണക്കിലാണ് കേട്ടോ. 1000 പുരുഷന്മാർക്ക് 1037 സ്ത്രീകളെന്ന കണക്കിലാണ് ഇവിടുത്തെ നമ്മുടെ പോണ്ടിച്ചേരിയുടെ സെക്സ് റേഷ്യോ വരുന്നത്. അതും നോട്ട് ചെയ്ത് വെച്ചോ. ഈ ഇടയ്ക്ക് ഒരു എക്സാമിന് കണ്ടൊരു ചോദ്യമാണ്, പോണ്ടിച്ചേരിയുടെ സെക്സ് റേഷ്യോ എത്രയെന്ന് ചോദിച്ചു. 1037 കേട്ടോ. കേരളത്തിൻ്റെ എത്ര? കേരളത്തിൻ്റെത് 1084, പോണ്ടിച്ചേരിയുടേത് 1037. കേരളം സ്റ്റേറ്റ്, പോണ്ടിച്ചേരി യൂണിയൻ ടെറിട്ടറി. ഇനി സെക്സ് റേഷ്യോ ഏറ്റവും കുറവ് എവിടെ നോക്കാം കേട്ടോ. ലോവസ്റ്റ് സെക്സ് റേഷ്യോ ഉള്ള സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹരിയാനയാണ്. 1000 പുരുഷന്മാർക്ക് 879 സ്ത്രീകളുടെ കണക്കാണ് വരുന്നത് കേട്ടോ. ഏറ്റവും കുറവ് സെക്സ് റേഷ്യോ ഏറ്റവും കുറഞ്ഞ സ്റ്റേറ്റ് ആരാണ്? ഹരിയാനയാണ്. അതുപോലെ യൂണിയൻ ടെറിട്ടറി നോക്കിയാൽ നമ്മുടെ ദാമാൻ ദ്യൂ ആണ്. 618 ആണ്. 1000 പുരുഷന്മാർക്ക് 618 എന്ന നിലയിലാണ് അവിടുത്തെ കണക്ക് വരുന്നത്, സ്ത്രീകൾ എന്ന നിലയിലാണ് കണക്ക് വരുന്നത്. സോ ഏറ്റവും ലോവസ്റ്റ് സെക്സ് റേഷ്യോ നോക്കിയാൽ സ്റ്റേറ്റ് ഹരിയാനയും, ലോവസ്റ്റ് സെക്സ് റേഷ്യോ നോക്കിയാൽ യൂണിയൻ ടെറിട്ടറി ആരാണ്? ദാമാൻ ദ്യൂ കേട്ടോ. അപ്പോൾ ഏറ്റവും കൂടുതൽ ഹയസ്റ്റ് സെക്സ് റേഷ്യോ ഉള്ള സ്റ്റേറ്റ് കേരള, കുറവ് ഹരിയാന. ഏറ്റവും ഹയസ്റ്റ് സെക്സ് റേഷ്യോ ഉള്ള യൂണിയൻ ടെറിട്ടറി പോണ്ടിച്ചേരി. നമ്മുടെ യൂണിയൻ ടെറിട്ടറി ആരാ? ദാമാൻ ദ്യൂ കേട്ടോ. സോ കൃത്യമായി പഠിച്ചിരിക്കുക. ഈ സെക്സ് റേഷ്യോ ഉറപ്പായിട്ട് എന്ത് ചോദിക്കും?
ഒരു ക്വസ്റ്റ്യൻ ചോദിക്കും. അതുപോലെ ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ഒരു മേഖലയാണ് നമ്മുടെ ലിറ്ററസി റേറ്റ്. ഇവിടെ നിന്നും ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കും. ഇന്ത്യയുടെ 2011 കണക്ക് പ്രകാരം ഇന്ത്യയുടെ ലിറ്ററസി റേറ്റ് എന്ന് പറയുന്നത് 74.04 ഇത് നോട്ട് ചെയ്ത് വെച്ചോ, എക്സാമിന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇന്ത്യയുടെ ലിറ്ററസി റേറ്റ് എത്രയാണ്? 74.04%. അതിൽ പുരുഷന്മാരുടെ എന്ന് പറയുന്നത് 82.14%, സ്ത്രീകളുടെ ഫീമെയിലിൻ്റെത് 65.46%. കേട്ടോ, ചിലപ്പോൾ അങ്ങനെ എടുത്ത് ചോദിക്കും, മെയിൽ എത്ര ഫീമെയിൽ എത്ര. സോ മെയിൽ ആണെങ്കിൽ എത്രയാണ്? 82.14%, ഫീമെയിൽ ആണെങ്കിൽ 65.46% ആണ് ഫീമെയിലിൻ്റെ ലിറ്ററസി റേറ്റ് എന്ന് പറഞ്ഞാൽ. ഓവറോൾ ആവറേജ് എത്രയാണ് ഇന്ത്യയുടെ? അത് 74.04% ആണ് ഇന്ത്യയുടെ എന്തെന്ന് പറയുന്നത്, ഇന്ത്യയുടെ ലിറ്ററസി റേറ്റ് എന്ന് പറയുന്നത്. കേട്ടോ, ഇന്ത്യയുടെ ലിറ്ററസി റേറ്റ്. ഇനി നമ്മുടെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ എന്താണ് ലിറ്ററസി റേറ്റ് കൂടിയ സ്റ്റേറ്റ് ആരെന്നറിയോ? ഇന്ത്യയിൽ ഏറ്റവും ലിറ്ററസി റേറ്റ് കൂടിയ സ്റ്റേറ്റ് അത് വേറെ ആരും, നമ്മുടെ സ്വന്തം നമ്മൾ തന്നെയാണ്, കേരളമാണ്. കേരളത്തിൽ ലിറ്ററസി റേറ്റ് എന്ന് പറഞ്ഞാൽ 93.91. ചിലപ്പോഴൊക്കെ ഓപ്ഷനിൽ 94% അപ്രോക്സിമേറ്റ് ചോദിക്കും. കേട്ടോ, 93.91 സോറി 91 നമുക്ക് പറയാം. 93.91% ഇന്ത്യയുടെ കേരളത്തിന് എന്ന് പറയുന്നത് ലിറ്ററസി റേറ്റ് എന്ന് പറയുന്നത്. കേട്ടോ, സോ നമുക്ക് അപ്രോക്സിമേറ്റ്ലി 94% എന്നും പറയാം. സോ പിന്നെ രണ്ടാമത് വരുമ്പോൾ നമ്മുടെ മിസോറാമാണ് ഇന്ത്യയിലെ ഏറ്റവും ലിറ്ററസി റേറ്റ് കൂടിയ രണ്ടാമത്തെ സ്റ്റേറ്റ്. മിസോറാം 91.33% മിസോറാമിൻ്റെ എന്തെന്ന് പറയുന്നത് ലിറ്ററസി റേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി യൂണിയൻ ടെറിട്ടറി നോക്കിയാൽ ആരെന്നറിയടാ? അത് ലക്ഷദ്വീപാണ്. ലിറ്ററസി റേറ്റ് ഏറ്റവും കൂടിയ യൂണിയൻ ടെറിട്ടറി 91.85% ലക്ഷദ്വീപിൻ്റെ എന്തെന്ന് പറയുന്നത് ലിറ്ററസി റേറ്റ് എന്ന് പറയുന്നത്. കേട്ടോ, സോ ലിറ്ററസി ഏറ്റവും കൂടിയ സ്റ്റേറ്റ് കേരളം, സെക്കൻഡ് മിസോറാം. യൂണിയൻ ടെറിട്ടറി വെച്ചാൽ ആരാടാ? അവിടെ തൊട്ടപ്പുറത്ത് നടക്കുന്ന ആരാ? ലക്ഷദ്വീപാണ്. ഇനി ഇന്ത്യയിൽ ഏറ്റവും കുറവ് ലിറ്ററസി റേറ്റുള്ള സ്റ്റേറ്റ്, ഒരുപാട് സ്ഥലത്ത് ഇത് കേട്ടിട്ടുള്ളതാണ്. ഇന്ത്യയിൽ ഏറ്റവും സാക്ഷരതാ നിരക്ക് കുറഞ്ഞ സ്റ്റേറ്റ് ബീഹാറാണ്. ആരാണ്? ബീഹാറാണ്. 61.8% ബീഹാറിൻ്റെ എന്ന് പറയുന്നത് ലിറ്ററസി റേറ്റ് എന്ന് പറയുന്നത്. സെക്കൻഡ് നമ്മുടെ അരുണാചലുമാണ്. കേട്ടോ, ലിറ്ററസി റേറ്റ് കുറഞ്ഞ 1 and 2 ബീഹാറും അരുണാചൽ എത്രയാ? 65.38. കേട്ടോ, 61.8 ബീഹാറും 65.38% ആര്? അരുണാചലുമാണ് ഏറ്റവും ലിറ്ററസി റേറ്റ് കുറഞ്ഞ. അപ്പോൾ ഏറ്റവും കൂടുതൽ ആരൊക്കെ? ഏറ്റവും കൂടുതൽ കേരളവും മിസോറാമും അല്ലേ. ദെൻ ഏറ്റവും കുറവ് ചോദിച്ചാൽ ബീഹാറും നമ്മുടെ അരുണാചൽ പ്രദേശുമാണ് ഏറ്റവും കുറവ് ലിറ്ററസി റേറ്റുള്ള സ്റ്റേറ്റ്. യൂണിയൻ ടെറിട്ടറി നോക്കിയാൽ ഏറ്റവും കുറവ് ലിറ്ററസി റേറ്റുള്ള യൂണിയൻ ടെറിട്ടറി ദാദർ ഹവേലിയാണ്. കേട്ടോ, ദാദർ ആൻഡ് നാഗർ ഹവേലിയാണ്. 76.24% ഇവിടുത്തെ ദാദർ ഹവേലിയുടെ ലിറ്ററസി റേറ്റ് എന്ന് പറയുന്നത്. ഏറ്റവും കുറവ് ദാദർ ആൻഡ് നാഗർ ഹവേലിയിലാണ്. ഓക്കെ, അപ്പോൾ ഏറ്റവും കൂടുതൽ ആർക്കാണ്? ലക്ഷദ്വീപിനും. ഏറ്റവും കുറവ് ദാദർ ആൻഡ് നാഗർ ഹവേലിക്കാണ്. സോ ഈ ഒരു ഭാഗത്ത് നിന്ന് ഉറപ്പാറ്റും ലിറ്ററസി റേറ്റിൽ നിന്ന് ഉറപ്പാറ്റും എന്ത് ചോദിക്കും? ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ഒരു മേഖലയാണ്. സോ കൃത്യമായി പഠിച്ചിട്ട് പോകുക. ഈ വർഷത്തെ നിങ്ങൾ എഴുതുന്ന ഏതെങ്കിലും എക്സാമിന്, ഏതെങ്കിലും പറഞ്ഞാൽ ഒട്ടുമിക്ക എല്ലാ എക്സാമിനും സെൻസസിൽ നിന്ന് ക്വസ്റ്റ്യൻ ചോദിക്കും. ഈ ഒരു പാറ്റേണിൽ നിന്ന് നിങ്ങൾക്ക് ഉറപ്പായിട്ടും എന്ത് കിട്ടും? ഒരു ക്വസ്റ്റ്യൻ കിട്ടുന്നതാണ്. ഓക്കെ, ഇനി നമുക്ക് ഈ വർഷം തന്നെ ഈ സെൻസസിൽ നിന്ന് ചോദിച്ചിട്ടുള്ള കുറച്ച് പ്രധാനപ്പെട്ട എന്ത് കാണാം? കുറച്ച് ക്വസ്റ്റ്യൻസ് കാണാം. അതുകൂടി നമുക്ക് ഈ സെഷനിൽ നമുക്ക് നോക്കാം. ഓക്കെ, എന്തൊക്കെയാണ് ക്വസ്റ്റ്യൻസ് ചോദിച്ചതെന്ന് നോക്കിയാലോടാ. ഫസ്റ്റ് ചോദ്യം നമ്മുടെ ഈ വർഷം ചോദിച്ചൊരു ചോദ്യമാണ്. അക്കോർഡിംഗ് ടു ദി സെൻസസ് ഓഫ് ഇന്ത്യ 2011, മോസ്റ്റ് പീപ്പിൾ ഹാഡ് ഔട്ട് മൈഗ്രേറ്റഡ് ഫ്രം ഡാഷ് ടു അതർ സ്റ്റേറ്റ്സ് ഇൻ ഇന്ത്യ. അതായത് നമ്മുടെ 2011 സെൻസസ് പ്രകാരം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ മൈഗ്രേറ്റ് ചെയ്യുന്നത് ഏത് സ്റ്റേറ്റിൽ നിന്നുമാണ്? മീൻസ് ഏത് സ്റ്റേറ്റിൽ നിന്നും മറ്റുള്ള സ്റ്റേറ്റിലേക്ക്, അത് ഏത് സ്റ്റേറ്റിൽ നിന്നുമാണ് മറ്റുള്ള സ്റ്റേറ്റിലേക്ക് പോകുന്നതെന്നാണ് നമ്മുടെ ചോദ്യം. സോ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഈ 2011 സെൻസസ് പ്രകാരം മൈഗ്രേറ്റ് ചെയ്യുന്ന പറയുന്ന സ്റ്റേറ്റ് ഒന്ന് ബീഹാറും ബീഹാർ. കാരണം ബീഹാർ നമുക്കറിയാം ലിറ്ററസി റേറ്റ് ഏറ്റവും കുറഞ്ഞ സ്റ്റേറ്റ് ആണ്. സോ ഒന്ന് ബീഹാർ, ഒന്ന് ഉത്തർപ്രദേശാണ്. കേട്ടോ, യു പിയും
ബീഹാറുമാണ് കേട്ടോ. യു പിയും ബീഹാറിൽ നിന്നുമാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ മറ്റുള്ള സംസ്ഥാനങ്ങളിലേക്ക് എന്ത് ചെയ്തിട്ടുള്ളത്, മൈഗ്രേറ്റ് ചെയ്തിട്ടുള്ളത്. സോ ഓപ്ഷൻ എ ആണ് ആൻസർ കേട്ടോ. ഈ വർഷം ചോദിച്ചൊരു ചോദ്യമാണ് കേട്ടോ. സോ ഇതിൽ ബീഹാർ വെച്ച് നമുക്ക് കണ്ടെത്താം, എന്തായാലും ഉറപ്പായിട്ട് ബീഹാർ കാണും. പിന്നെ ഓപ്ഷനിൽ വേറൊരിടത്തും ബീഹാർ ഇല്ല. സോ ഓപ്ഷൻ എ ഉത്തർപ്രദേശ് ആൻഡ് ബീഹാർ. ഓക്കെ, അടുത്ത രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. അക്കോർഡിംഗ് ടു ദ സെൻസസ് ഓഫ് ഇന്ത്യ 2011, ഹൗ മെനി ഡിസ്ട്രിക്ട്സ് ആർ ഇൻ ഇന്ത്യ? അല്ലെ, ഇന്ത്യയിൽ എത്ര ജില്ലകളുണ്ടെന്നായിരുന്നു ചോദ്യം. അത് 2011 സെൻസസ് പ്രകാരമാണ്. സെൻസസ് പ്രകാരം ഇന്ത്യയിൽ 640 ഡിസ്ട്രിക്റ്റുകൾ ഉണ്ടെന്നാണ് പറയുന്നത്. എത്ര സ്റ്റേറ്റാണ്, എത്ര ഡിസ്ട്രിക്റ്റാണ്? 640 ഡിസ്ട്രിക്റ്റ്. സോ ഓപ്ഷൻ ബി ആണ് ഉത്തരം കേട്ടോ. ഇത് ഇന്നത്തെ കണക്കല്ല, അന്നത്തെ കണക്കാണ്. ഇന്നത്തെ കണക്ക് 2011 സെൻസസിന്റെ കണക്ക് പ്രകാരമാണ് ഇന്ത്യയിൽ എത്ര ഡിസ്ട്രിക്റ്റ്? 640 ഡിസ്ട്രിക്റ്റുകളാണ് ഉള്ളത്. നോട്ട് ചെയ്ത് വെച്ചോ കേട്ടോ. ഇനിയും ഈ വർഷം ചോദിച്ച ചോദ്യമാണ്, ഇനിയും റിപ്പീറ്റഡ് ഈ ക്വസ്റ്റ്യൻ ചോദിക്കും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ പോയാലോ. നമ്മുടെ അടുത്ത ചോദ്യം, മൂന്നാമത്തെ ചോദ്യം ഇതാണ്. അക്കോർഡിംഗ് ടു ദി സെൻസസ് ഓഫ് ഇന്ത്യ 2011, വിച്ച് ഗ്രൂപ്പ് ഓഫ് സ്റ്റേറ്റ്സ് ഹാസ് ദി ലീസ്റ്റ് അർബൻ പോപ്പുലേഷൻ? കേട്ടോ, ഏറ്റവും കുറവ് അർബൻ പോപ്പുലേഷനുള്ള ഇന്ത്യയിലെ സ്റ്റേറ്റ് ആരെന്നാണ് നമ്മുടെ ചോദ്യം. ഇന്ത്യയിലെ ഏറ്റവും കുറവ് അർബൻ പോപ്പുലേഷൻ ഉള്ള സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഒന്ന് ഹിമാചൽ പ്രദേശും ഒന്ന് ബീഹാറുമാണ്. സോ ഓപ്ഷൻ ഡി ആണ് ഉത്തരം. അതൊക്കെയാണ് ഹിമാചൽ പ്രദേശും ബീഹാറുമാണ് ഇന്ത്യയിലെ ഏറ്റവും ലീസ്റ്റ് ആറ്റ് അർബൻ പോപ്പുലേഷൻ ഉള്ള സ്റ്റേറ്റ്. ഹിമാചൽ പ്രദേശ് ആൻഡ് ബീഹാർ. ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. സോ നോട്ട് ചെയ്ത് വെച്ചുക, ഓപ്ഷൻ ഡി. പിന്നെ അടുത്ത ക്വസ്റ്റിലോട്ട് പോയാലോ. അടുത്ത ചോദ്യം ഇതാണ്. ഹൗ മെനി സെൻസസ് ഹാഡ് ബീൻ കംപ്ലീറ്റഡ് ഇൻ ഇന്ത്യ ആസ് ഓഫ് ഇയർ 2011? നമ്മൾ ഡിസ്കസ് ചെയ്ത ചോദ്യമാണ് അല്ലേ. 2012 എത്രാമത്തെ സെൻസസ് ആണ് കംപ്ലീറ്റ് ചെയ്തത്? എത്രാമത്തെ സെൻസസ് ആണ് 2011? 15ാമത്തെ സെൻസസ് അല്ലേ. ഇന്ത്യയുടെ 15ാമത്തെ സെൻസസ് ആണ് 2011 നമ്മൾ കാണും. അതും ഇൻഡിപെൻഡന്റ് നേഷൻ, സ്വന്തം നേഷൻ എത്രാമത്തതും? 7ാമത്തതും അല്ലേ, 7ാമത്തത്. സോ നമ്മുടെ ആൻസർ ഏതാ? ഓപ്ഷൻ സി 15 ആണ്. ഇതിനടുത്ത ക്വസ്റ്റ്യൻ പോയാലോ. നമ്മുടെ അടുത്ത ചോദ്യം. അക്കോർഡിംഗ് ടു ദി സെൻസസ് ഓഫ് ഇന്ത്യ 2011, വാട്ട് വാസ് ദി സെക്സ് റേഷ്യോ റെക്കോർഡഡ് ഇൻ ദ യൂണിയൻ ടെറിട്ടറി ഓഫ് പുതുച്ചേരി? യെസ്, പുതുച്ചേരി നമുക്കറിയാം. എന്താ പുതുച്ചേരിയുടെ പ്രത്യേകത? ഏറ്റവും കൂടുതൽ ഹയസ്റ്റ് സെക്സ് റേഷ്യോ അല്ലെ, ഹയസ്റ്റ് സെക്സ് റേഷ്യോ കേട്ടോ, ഏറ്റവും കൂടുതൽ സെക്സ് റേഷ്യോ ഉള്ള യൂണിയൻ ടെറിട്ടറി ആയിരുന്നു അല്ലേ നമ്മുടെ പുതുച്ചേരി. അപ്പം ഞാൻ അപ്പോഴേ പറഞ്ഞു ഈ ക്വസ്റ്റ്യൻ ചോദിക്കും അല്ലേ. കാരണം സ്റ്റേറ്റ് ഞാൻ പറഞ്ഞു, ആരാ സ്റ്റേറ്റ്? കേരളമാർ. സെക്സ് റേഷ്യോ എത്രയാ? 1084 അല്ലേ, കേരളത്തിൻ്റെത്. പക്ഷെ അവിടെ ചോദ്യം ഏതാ? പുതുച്ചേരിയാണ്. അവിടെ ഞാൻ പറയുന്നതാണ്, പുതുച്ചേരിയും പഠിക്കും. എത്ര? 1000 പുരുഷന്മാർക്ക് 1037 സ്ത്രീകൾ. ഓപ്ഷൻ സി അല്ലേ, 1037 ഫീമെയിൽസ് അല്ലേ. ഓപ്ഷൻ സി ആണ് ആൻസർ. നമ്മൾ പഠിച്ചതാ, ഞാൻ അവിടെ പറഞ്ഞതാണ്. കേരളത്തിൻ്റെതും പുതുച്ചേരിയുടെയും എന്ത് ചെയ്യുക, പഠിച്ചു വെക്കുക. എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ക്വസ്റ്റ്യനായി നിങ്ങൾക്ക് കിട്ടുന്നതാണ് അല്ലേ. അടുത്ത ക്വസ്റ്റ്യൻ പോയാലോ. നമ്മുടെ അടുത്ത ചോദ്യം ഇതാണ്. അക്കോർഡിംഗ് ടു ദ സെൻസസ് ഓഫ് ഇന്ത്യ 2011, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഗ്രൂപ്പ് ഓഫ് സ്റ്റേറ്റ്സ് റെക്കോർഡ് ദി ലോവസ്റ്റ് ലിറ്ററസി റേറ്റ്? യെസ്, ഏറ്റവും കുറവ് ലിറ്ററസി റേറ്റ്. ഹയസ്റ്റ് ആരാടാ? ഹയസ്റ്റ് കേരളമാണ് അല്ലേ. കേരളവും. സെക്കൻഡ് ആരാ? മിസോറാം അല്ലേ. ലോവസ്റ്റ് ആരാ? നമുക്കറിയാം, ഒന്ന് ബീഹാർ. സോ ഓപ്ഷനിൽ ഇപ്പോൾ 2 ബീഹാറുണ്ട്. ബീഹാർ ദാ ബിയും ഡിയും. പിന്നെ നമ്മൾ രണ്ടാമത് പഠിച്ചതാണ് ബീഹാറും. രണ്ടാമത് ആരാണ്? അരുണാചൽ പ്രദേശാണ് അല്ലേ. സോ ആൻസർ ഓപ്ഷൻ ബി അല്ലേ. അവിടെ നമ്മൾ പഠിച്ചതാ. ഏറ്റവും ലീസ്റ്റ് ഫസ്റ്റ് ബീഹാർ അല്ലേ, 61.8%. എവിടെ? ബീഹാർ. സെക്കൻഡ് ആരാ? അരുണാചൽ പ്രദേശ് ആയിരുന്നു അല്ലേ. എത്ര? 65.38%. ആര്? അരുണാചൽ പ്രദേശ്. സോ ആൻസർ ഓപ്ഷൻ ബി, ബീഹാർ ആൻഡ് അരുണാചൽ പ്രദേശാണ് ഏറ്റവും കുറവ് ലിറ്ററസി റേറ്റ് കുറഞ്ഞ സ്റ്റേറ്റ്. ഇതാ ഈ വർഷം തന്നെ, ഇപ്പോൾ ഈ വർഷം ചോദിച്ച ചോദ്യമാണ് കേട്ടോ ഈ ക്വസ്റ്റ്യൻ. ഓക്കെ, പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ പോയാലോ. അടുത്ത ചോദ്യം. അക്കോർഡിംഗ് ടു ദി സെൻസസ് ഓഫ് ഇന്ത്യ 2011, ഇൻ വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ് ടോട്ടൽ പോപ്പുലേഷൻ ലെസ് ദാൻ 10 lakh? ഇത് ഞാൻ പറഞ്ഞു തന്നെയാണ് ഈ സാധനം അല്ലേ. 10 ലക്ഷത്തിന് താഴെ പോപ്പുലേഷൻ കുറഞ്ഞ സ്റ്റേറ്റ്. അത് ഇന്ത്യയിൽ ഏറ്റവും പോപ്പുലേഷൻ കുറഞ്ഞ സ്റ്റേറ്റ് ആരടാ? സിക്കിം അല്ലേ. ഇത് ഓപ്ഷനിലുണ്ട്, കിടപ്പുണ്ട്. ഓപ്ഷൻ ബി സിക്കിം. വേറെ ഡൗട്ടില്ല, നമ്മൾ പഠിച്ചതാണ്. ഇന്ത്യയിൽ ഏറ്റവും പോപ്പുലേഷൻ കുറഞ്ഞ സ്റ്റേറ്റ് ആരാ? സിക്കിമാണ്. സോ ഓപ്ഷൻ ബി കണ്ട, സിക്കിം ഉത്തരം കിടപ്പുണ്ട്. സോ ഓപ്ഷൻ ബി സിക്കിം ആണ് ആൻസർ. ഓക്കെ, ദെൻ അടുത്ത ചോദ്യം. അക്കോർഡിംഗ് ടു ദ സെൻസസ് ഓഫ് ഇന്ത്യ, വാട്ട് ഈസ് ദി സെക്സ് റേഷ്യോ ഓഫ് ഇന്ത്യ? ഇന്ത്യയുടെ സെക്സ് റേഷ്യോ എത്ര? എത്രടാ?
1000 പുരുഷന്മാർക്ക് എത്ര സ്ത്രീകൾ? 943 അല്ലേ? നമ്മൾ പഠിച്ചതാ, നമ്മളിപ്പോൾ തന്നെ ഡിസ്കസ് ചെയ്തൊരു സാധനമാണ്. സോ ഈ വർഷം തന്നെ കണ്ട, ഈ വർഷം തന്നെ ചോദിച്ച ചോദ്യമാണ്. 943 കേട്ടാ. 1000 മെയിൽസിന് 943 സ്ത്രീകൾ എന്ന കണക്കിലാണ് ഇന്ത്യയുടെ എന്തെന്ന് പറയുന്നത്? സെക്സ് റേഷ്യോ. ഇന്ത്യയുടെ സെക്സ് റേഷ്യോ എന്ന് പറയുന്നത് കേട്ടോ. സെക്സ് റേഷ്യോ ഞാൻ പറയാം, ഒരു ഇമ്പോർട്ടൻറ്റ് ഭാഗമാണ് സെൻസസ്. സെക്സ് റേഷ്യോ, ലിറ്ററസി റേറ്റ് എന്ന് പറയുന്നത്. സോ ആ മേഖല കൃത്യമായി എന്ത് ചെയ്യുക, നമ്പേഴ്സ് ഉൾപ്പെടെ എന്ത് ചെയ്യുക, പഠിച്ചു വെച്ചേക്കുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. അക്കോർഡിംഗ് ടു ദ സെൻസസ് ഓഫ് ഇന്ത്യ 2011, വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ് ലാർജസ്റ്റ് ബുദ്ധിസ്റ്റ് പോപ്പുലേഷൻ? നല്ലൊരു ചോദ്യമാണ്. 2011 സെൻസസ് പ്രകാരം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ബുദ്ധമതക്കാർ ജീവിക്കുന്ന ഇന്ത്യയിലെ സ്റ്റേറ്റ് ഏതാണ്? ഏത് സ്റ്റേറ്റിലാണ്? സ്റ്റേറ്റ് എന്ന് പറയുക, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ബുദ്ധിസ്റ്റുകൾ താമസിക്കുന്ന സ്റ്റേറ്റ് എന്ന് പറയുന്നത് മഹാരാഷ്ട്രയാണ്. നമ്മുടെ മഹാരാഷ്ട്ര കേട്ടോ. മഹാരാഷ്ട്രയിലാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ എന്തുള്ളത്? ബുദ്ധിസ്റ്റുകൾ താമസിക്കുന്ന പ്രദേശം എന്ന് പറയുന്നത്. എവിടെയാണ്? മഹാരാഷ്ട്ര കേട്ടോ. എവിടെയാണ്? മഹാരാഷ്ട്രയാണ്. ഓക്കെ, സോ നോട്ട് ചെയ്തു. അവിടെ ഒരു പ്രത്യേകം കിട്ടിയ നമുക്കൊരു ക്വസ്റ്റ്യൻ അല്ലേ, ഇങ്ങനത്തെ നമുക്ക് വ്യത്യസ്തമായി കിട്ടുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ എന്ത് ചെയ്യുക, നിങ്ങൾ ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കുക, അത് പഠിച്ച് വെച്ചിരിക്കുക. കാരണം റിപ്പീറ്റ് അടിച്ച് ചിലപ്പോൾ എന്ത് കിട്ടും, ഈ പറഞ്ഞ ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂ എന്ത് ചെയ്യും, കിട്ടാറുണ്ട്. ഓക്കെ, ദെൻ അടുത്ത ചോദ്യത്തിലോട്ട് പോയാലോ? നമ്മുടെ അടുത്ത ചോദ്യം, അക്കോർഡിംഗ് ടു ദ സെൻസസ് ഓഫ് ഇന്ത്യ 2011, വിച്ച് ഓഫ് ദി ഫോളോയിങ് യൂണിയൻ ടെറിട്ടറി ഹാസ് ഹൈയസ്റ്റ് പോപ്പുലേഷൻ ഗ്രോത്ത്? അല്ലേ, ഏറ്റവും പോപ്പുലേഷൻ ഗ്രോത്ത് കൂടിയ സ്റ്റേറ്റ് ആര്? അല്ലെ യൂണിയൻ ടെറിട്ടറി ആര്? പോപ്പുലേഷൻ ഗ്രോത്ത് എവിടെയാണ്? ഏറ്റവും കൂടുതൽ പോപ്പുലേഷൻ ഗ്രോത്ത് കൂടിയ നമ്മുടെ യൂണിയൻ ടെറിട്ടറി എന്ന് പറയുന്നത് നമ്മൾ പഠിച്ചതാണ്. പോപ്പുലേഷൻ ഗ്രോത്തും അതുപോലെ തന്നെ എന്താണ് പോപ്പുലേഷനും ഏറ്റവും കൂടിയ സ്റ്റേറ്റ് നമ്മൾ ആരാടാ? നമ്മുടെ ദാദർ ആൻഡ് നാഗർ ഹവേലി അല്ലേ. ദാദർ ഹവേലിയിലായിരുന്നു ഏറ്റവും കൂടുതൽ എന്ത് വന്നത്? നമ്മുടെ പോപ്പുലേഷൻ ഗ്രോത്ത് വന്നത് അല്ലേ. പോപ്പുലേഷൻ ഗ്രോത്ത് ഏറ്റവും കൂടുതൽ വന്നത് എവിടെയാണ്? ഓപ്ഷൻ ഡി, ദാദർ ആൻഡ് നാഗർ ഹവേലിയിലാണ്. സോ ഓപ്ഷൻ ഡി ആണ്. നമ്മൾ ഡിസ്കസ് ചെയ്ത ചോദ്യം തന്നെയാണ്. ഓക്കെ, ദെൻ നമുക്ക് അടുത്തൊരു ക്വസ്റ്റിലോട്ട് പോകാം. അടുത്ത ചോദ്യം, അക്കോർഡിംഗ് ടു സെൻസസ് ഓഫ് ഇന്ത്യ 2011, വിച്ച് ഓഫ് ദി ഫോളോയിങ് യൂണിയൻ ടെറിട്ടറി ഹാസ് ഹൈയസ്റ്റ് ലിറ്ററസി റേറ്റ്? യെസ്, ഹൈയസ്റ്റ് ലിറ്ററസി സാക്ഷരത ഏറ്റവും കൂടിയ സ്റ്റേറ്റ് കേരളമാണ്. യൂണിയൻ ടെറിട്ടറി നമ്മുടെ തൊട്ടപ്പുറത്തുള്ള ആര്? ലക്ഷദ്വീപ് അല്ലേ. നമ്മുടെ ലക്ഷദ്വീപിലാണ് ഏറ്റവും കൂടുതൽ എന്ത് ലിറ്ററസി റേറ്റ് കൂടിയത് അല്ലേ. ലിറ്ററസി റേറ്റ് അല്ലേ, നമ്മുടെ അതാണ് നമ്മുടെ സാക്ഷരത അല്ലേ. സാക്ഷരത നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ നമുക്കാണ്, കേരളത്തിലാണ്. അപ്പുറത്ത് നമ്മൾ നോക്കുമ്പോൾ തൊട്ടടുത്ത് നമ്മൾ അപ്പുറത്ത് കിടക്കുന്ന സ്ഥലമായ ലക്ഷദ്വീപ് തന്നെയാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ലിറ്ററസി റേറ്റ് കൂടിയ എന്തെന്ന് പറയുന്നത്? യൂണിയൻ ടെറിട്ടറി എന്ന് പറയുന്നു. സോ ഞാനിപ്പം ഈ ഒരു ഭാഗത്തിൽ ഇതുമായി ബന്ധപ്പെട്ട ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് എടുത്തിട്ടുള്ളത്. ഞാൻ ഇതിൻ്റെ ഒരു പാർട്ട് 2 ഇനി ചെയ്യും. ഇതിൻ്റെ പാർട്ട് 2 നമുക്ക് ഇതുപോലെ 2011 ചോദിച്ചിട്ടുള്ള കുറേ വ്യത്യസ്തമായിട്ടുള്ള കുറേ ചോദ്യങ്ങളുണ്ട്. അതായത് ഏറ്റവും പോപ്പുലേഷൻ കൂടിയ ഡിസ്ട്രിക്റ്റ്, ഏറ്റവും പോപ്പുലേഷൻ കൂടിയ സിറ്റി, അങ്ങനെ കുറേ ക്വസ്റ്റ്യൻസ് പ്രീവിയസ് ഇയർ ചോദിച്ചിട്ടുണ്ട്. അതിൻ്റെ എല്ലാം ഒരു സെറ്റ് ഇതിൻ്റെ പാർട്ട് 2 എന്ത് ചെയ്യണം വരുന്നതാണ്. സോ നിങ്ങൾ ഈ പാർട്ട് 1 കണ്ട് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിച്ചതിന് ശേഷം പാർട്ട് 2 വരുമ്പോൾ അതിലെ ക്വസ്റ്റ്യൻസ് ഒക്കെ എന്ത് ചെയ്യുക, ഒന്ന് എഴുതി വെക്കുക. ദെൻ അത് റിപ്പീറ്റഡ് ആയി നിങ്ങൾക്ക് എവിടെ കിട്ടും? ഈ വരാൻ പോകുന്ന എക്സാമിന് കിട്ടുന്നതാണ്. ഓക്കെ, സോ ഞാൻ ഇതിൻ്റെ പാർട്ട് 2 വീണ്ടും വരുന്നതാണ്. ഓക്കെ, താങ്ക് യു.